ഭീകരവാദത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ജമ്മു കാശ്മീരിലെ ഹീനമായ കൃത്യം ചെയ്തത് മതത്തിന്റെ പേരിൽ. പക്ഷേ ആ മതത്തിന് ഈ കൃത്യവുമായി യാതൊരു ബന്ധവുമില്ല. മുസ്ലിം മതവിശ്വാസിയെയും ഭീകരർ കൊന്നുവെന്നും MA ബേബി പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും ഏത് മതത്തിൻ്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെങ്കിലും മതവുമായി ഭീകരപ്രവർത്തനത്തിനൊരു ബന്ധവുമില്ല. ഭീകരപ്രവർത്തകർ ഭീകരവാദികളാണ്. ജമ്മു കാശ്മീരിലെ ഈ അതിദാരുണമായ സംഭവത്തിൻ്റെ ഉണ്ടായ പ്രകാശത്തിൻ്റെ ചെറിയ ഒരു കീർ എന്ന് പറയാവുന്നത് ഈ കൂട്ടക്കുരുതിക്ക് ഇരയാകുന്നവരിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ തയ്യാറായി. പക്ഷേ ഈ ഭീകരർ അയാളെ വെടിവെച്ചു. സ്ഥാപക മതങ്ങൾ സ്ത്രീ തുല്യതയെ അംഗീകരിക്കുന്നില്ല. സ്ത്രീ തുല്യതയ്ക്കായി വാദിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ സിറ്റിയുടെ ഭരണ ചുമതലകളിൽ സ്ത്രീകളെ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. വർഷങ്ങൾക്ക് മുമ്പേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദർശനങ്ങളെക്കുറിച്ച് CPIMന്റെ പ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദൗത്യം പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിൽ നിർവഹിച്ച് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ 1-2 പ്രസ്താവനകൾ അപ്പോസ്റ്റലിക് എക്സ്ഹോർട്ടേഷൻസ് എന്നാണ് അതിനെ പറയുക. മാർപ്പാപ്പമാർ മനുഷ്യജീവിതത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം സുചിന്തിതമായി അവരുടെ അഭിപ്രായങ്ങൾ ആവിഷ്കരിക്കുന്നതിന്. അത് വന്നു കഴിഞ്ഞപ്പോൾ അഖിലേന്ത്യാ തലത്തിലെ CPIMന്റെ പ്രസിദ്ധീകരണം, ഇംഗ്ലീഷിലുള്ള പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ലേഖനം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളും എല്ലാ സംഘടിത മതങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജിയൻ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങൾ പൊതുവിൽ സ്ത്രീ തുല്യതയെ അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, കൃത്യമായ ഇടപെടൽ നടത്തിയ ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ സിറ്റിയുടെ ഭരണശ്രേണിയിൽ സ്ത്രീകൾ ഒരിക്കലും വന്നിട്ടില്ല. ആദ്യമായി സ്ത്രീകളെ വത്തിക്കാൻ സിറ്റിയുടെ ഭരണ ചുമതലയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. EMS ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ദില്ലിയിലെ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തത് BT രണദിവയായിരുന്നു. പാർട്ടിയിൽ മുതിർന്ന നേതാവാണ് സഖാവ് പിണറായി വിജയനെന്നും MA ബേബി മാധ്യമ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് കൃത്യ മറുപടി നൽകി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.